السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. ഇതെല്ലാം അല്ലാഹു വലിയ അഅ്മാലു സ്വാലിഹാത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. പരിശുദ്ധ ദീനിന് വേണ്ടി ധാരാളം സംഭാവനകൾ അർപ്പിക്കാനുള്ള തൗഫീഖ് നമ്മുടെ ഗുരുവര്യന്മാരെ പോലെ നമുക്കും അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കർണാടക അക്ഷരങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ജിലേബിയുടെ മധുരം, അത് നേരിട്ട് മറ്റൊരു രൂപത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുകയാണ്. കുട്ടിക്കാലത്തെ റേഡിയോ കേൾക്കുമ്പോഴെല്ലാം കർണാടക സംഗീതം എന്നിങ്ങനെ എത്രയോ തവണ കേട്ടിട്ടുണ്ട്. തമിഴ്നാട് സംഗീതമോ തെലുങ്കു സംഗീതമോ ആ പേരിൽ അങ്ങനെയൊന്നും ഒരിക്കൽ പോലും എവിടെയെങ്കിലും കേട്ടതോ വായിച്ചതോ ഓർക്കുന്നില്ല. ഇന്നൊരുപാട് കാര്യങ്ങൾ ഓർക്കാനും വിലയിരുത്താനുമൊക്കെ അവസരമായി എന്ന് നിരീക്ഷിക്കുകയാണ്. ഇസ്തിഹാർ എന്ന് പറഞ്ഞാൽ പൂവണിയുന്ന സന്ദർഭമാണ്. അതിനുമപ്പുറം കായ്കനികളിലേക്ക് ഇതെല്ലാം പുരോഗമിച്ച് അതിൻ്റെ മധുരം ലോകത്തിനൊന്നാകെ ലഭ്യമായി. ആ കനികൾ പലയിടത്തും പലരും ഉപയോഗിച്ച് വിത്തുകൾ ബാക്കിയായി. അത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയും ലോകത്തെല്ലായിടത്തും എത്തുന്ന രൂപത്തിലുമെല്ലാം എല്ലാ അർത്ഥത്തിലും ഇതെല്ലാം ഫലവത്താകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. റജബ് മാസം കണ്ടതായി സ്ഥിരീകരണമുണ്ട്. അപ്പോൾ പിന്നെ വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 ദിനരാത്രങ്ങളിലേക്കാണ് നാം ഇന്ന് പ്രവേശിച്ചിട്ടുള്ളത്. ഇനി പരീക്ഷകളാണ്, പഠന പൂർത്തീകരണം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ. റമളാന് ജീവിതത്തിൽ പലപ്പോഴും ഗതിമാറ്റത്തിന് കാരണമാകുന്ന ഒരുപാട് സമയങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്. അതേക്കുറിച്ചെല്ലാമുള്ള ഗൗരവപ്പെട്ട ആലോചനകൾക്ക് നമുക്ക് സമയമായി എന്ന് സൂചിപ്പിക്കുന്നു. ഇസ്തിഹാർ ചിലപ്പോൾ പ്രായത്തിൻ്റെ തന്നെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആയി ചില സസ്യങ്ങളിലെങ്കിലും സംഭവിക്കാറുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ പൂ ഏതാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കേരളത്തിൻ്റെ പന ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട്. അനേകായിരം പൂക്കളായി വിലയിരുത്തുന്നവർക്ക് പനയുടെ പൂ ഏറ്റവും ചെറുതായി പറയാം. അല്ല, ഒന്നിച്ച് ഒരു പൂവായിട്ടാണ് അതിനെ വിലയിരുത്തുന്നതെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ പൂ പനയുടെ പൂവാണ്. പന പൂത്താൽ പിന്നെ ആ പനയ്ക്ക് ജീവിതത്തിൽ ഇടം ഇല്ല. പെട്ടെന്ന് അതിൻ്റെ ആയുസ് അസ്തമിച്ചു പോകും. നമുക്ക് ഇനിയും പ്രാർത്ഥനാപൂർവം കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു തീർക്കാനുണ്ട്. ആ അർത്ഥത്തിലായിരിക്കട്ടെ ഇവിടെ നാം ചെലവഴിച്ച നിമിഷങ്ങൾ, അതിൻ്റെ എല്ലാം ഫലങ്ങൾ എന്ന് ഈ സമയത്ത് എല്ലാവർക്കും വേണ്ടി
ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ശൈഖുനായെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ രാത്രികളിലുള്ള അനുഭവങ്ങൾ അസുഖമായപ്പോൾ കാലിനടിയിൽ നഖത്തിനുള്ളിൽ സൂചിയൊക്കെ കയറ്റി നോക്കി. പൊള്ളുന്ന ആ വേദനയിൽ പ്രാണന്റെ തിരിച്ചറിവ്, ഹയാത്തിലേക്ക് അങ്ങനെ തീരുമാനം വന്നൊരു നേരം ആ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അള്ളാഹു നമുക്ക് തിരിച്ചു തന്നു എന്നത് വലിയ ചില പ്രാർത്ഥനകളുടെ മാത്രം ഫലമാണ്. ഈ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ നമ്മുടെ പേര് എല്ലാ നല്ല മനുഷ്യരുടെയും മനസ്സിൽ കൊത്തിവെക്കാൻ നമുക്ക് കഴിയണം. ആ പ്രാർത്ഥനകൾ തലമുറകളോളം നമ്മെ തഴുകും എന്ന് നാം മനസ്സിലാക്കുക. ഖബറിലും ഹാല് അങ്ങനെയാണ്. മലയോളം പാപമുള്ള ആളുകൾ ചിലരുടെയൊക്കെ പ്രാർത്ഥന കിട്ടിയപ്പോൾ ഒരു പാപത്തിന്റെ കറ പോലുമില്ലാതെ ഖബറിൽ നിന്ന് എഴുത്തെഴുന്നേൽക്കുന്ന അങ്ങനെ ഒരു ഘട്ടമുണ്ട് എന്ന് സയ്യിദുൽ വജൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഒത്തുചേരലുകളൊന്നും ആഭാസമായോ അഹങ്കാരമായോ മാറാതെ ഭാവി ജീവിതത്തിലേക്കുള്ള സമ്പാദ്യങ്ങളായി നമ്മെല്ലാം കാണിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരീഹീൻ എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്. അതിനർത്ഥം ലാ യുഹിബ്ബുൽ മരിഹീൻ എന്നാണ്. ഫറഹിനും അപ്പുറം പ്രയോജനങ്ങളില്ലാത്ത കോപ്രായങ്ങളായി തീരുമ്പോൾ അതിൻ്റെ പേരാണ് മറഹ്. പുതിയ തലമുറയിലെ യുവതയ്ക്ക് അത് വളരെ ഇഷ്ടമാണ്. അതിനെന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്ന് നോക്കി നടക്കുന്നതാണ് അവരുടെ ശീലം. ശരിയായ കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം മതിയായ അളവിലുള്ളതാണ് നമ്മുടെ സന്തോഷവും ആഹ്ലാദവും നമ്മുടെ ആലാപനങ്ങളും ഒക്കെ. അത് അതിൻ്റെ പരിധി ലംഘിക്കുന്നില്ല എന്ന് നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തണം. ഖവ്വാൽ എന്നാൽ എന്താണ്? ഖവ്വാലി എന്താണ്? ഖാലഹുൽ ഖവ്വാലൂന, മദ്ദാഹ്, ധാരാളം മദ്ഹ് പറഞ്ഞു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മഹത്തുക്കളെ മഹത്വവൽക്കരിക്കുകയും അവരെ സമൂഹത്തിൽ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നിടത്താണ് ഖവ്വാലി ആ വാക്കുകളോട് നീതി പുലർത്തുന്നത്. അപ്പോഴും ചില മഹാന്മാരെ നമ്മൾ മുന്നിൽ കാണുകയാണ്. ആ മഹത്തുക്കളുടെ മഹത്വത്തെ അതിൻ്റെതായ സ്വഭാവത്തിൽ നമ്മൾ വിലയിരുത്തുകയാണ്. അവർ മുന്നിലുണ്ടെങ്കിൽ നമുക്കുള്ളത് വലിയ ഒരാനന്ദമാണ്. ആ ആനന്ദത്തെയാണ് നമ്മൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി കാണുന്നത്. ആ മഹാന്മാര് മുന്നിലില്ലെങ്കിൽ ഖവാലി പ്രസക്തമല്ല. മുന്നിലുള്ളത് മഹാന്മാരല്ലെങ്കിൽ ഈ പാടുന്നതിനൊന്നും ഒരു കഴമ്പുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഗുരുഭൂതന്മാരെ നമുക്ക് മുന്നിൽ നിർത്തി തന്നിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം നമുക്ക് ആവോളം കിട്ടിയിട്ടുമുണ്ട്, ഇനി കിട്ടാനുണ്ട്. ജീവിതത്തിൽ മുഴുക്കെ ആ ഫുയൂല് നമുക്ക് അല്ലാഹു നിലനിർത്തി തരട്ടെ. നേതാക്കളില്ല എന്നതാണ് വേറെ ചിലരുടെ യോഗ്യത. അവരുടെ എവിടെ നിന്നെല്ലാമോ ചില വാടക സാധനങ്ങൾ നേതാക്കളായി വാങ്ങിവെച്ചു. അത് കൊണ്ടു കണക്കാനോ തിരിച്ചു കൊടുക്കാനോ കഴിയാതെ അവർ വിഷമിക്കുന്നത് നമുക്കിപ്പോൾ പലയിടത്തും കേൾക്കാനും കാണാനുണ്ട്. നമുക്ക് ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നു. നമുക്കവരെ പറ്റി പറഞ്ഞാൽ തീരുമാനില്ല. അവർ വാക്കുകൾക്കും അപ്പുറമുള്ള വിസ്മയങ്ങളായി ഇപ്പോഴും തുടരുകയാണ്.
അവരെപ്പറ്റി നാം പിന്നെയും 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 പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതാണ് ഖാലഹുൽ ഖവ്വാലൂൻ. ഇതാണ് ഖവ്വാലിയൊക്കെ നമുക്ക് നൽകുന്ന പശ്ചാത്തല വിവരണം. കുറേ നല്ല മഹത്തുക്കളെ കണ്ടെത്തുന്നതാണ് ജീവിതത്തിലെ വലിയ വിജയം. അവർ മുന്നിലുണ്ടെങ്കിൽ പിന്നെ നമുക്കുള്ളത് ആത്മവിശ്വാസമാണ്. അവർ നമുക്ക് അമ്ന് നൽകുമെങ്കിൽ പിന്നെ നമുക്കുള്ളത് പരമാനന്ദമാണ്. കെട്ടകാലത്ത് അങ്ങനെയൊക്കെ ആരെങ്കിലും മുന്നിലുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും അന്വേഷിക്കണം. ഖബറാളിയുടെ അടുത്തുകൂടി നടന്നു പോകുന്ന ഹയാത്തുള്ളയാൾ പറയും, യാ ലൈതനി മകാനക്, ഞാൻ നിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ നന്നായിരുന്നു. അതാണ് അവസാന കാലത്തിൻ്റെ സ്വഭാവമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ പറയുന്ന ചില നാടുകളൊക്കെ ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ചില ചിത്രങ്ങളാണ് ഈ വേദിയിൽ നമ്മെ ചിരിപ്പിക്കുന്നതോടൊപ്പം കരയിപ്പിക്കുന്നത്. ആ കരച്ചിലൊക്കെ എന്നു നിൽക്കും എന്ന് നമുക്കിപ്പോഴും പറയാൻ കഴിയുന്നില്ല. പാവപ്പെട്ട പലസ്തീനികൾ ഒരു ഭാഗത്ത്, ശവംദീനികൾ മറ്റൊരു ഭാഗത്ത്. ശവംദീനികൾക്കൊപ്പം കൂടി എന്തെങ്കിലുമൊക്കെ ചോരയോ ഇറച്ചിത്തുണ്ടമോ കിട്ടുമോ എന്ന് നോക്കാനാണ് ലോകത്ത് പലരുടെയും തിടുക്കം. അത്തരമൊരു കാലഘട്ടത്തിൽ മഹാന്മാരെ തെരഞ്ഞു പോവുകയും അവരുടെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് പാടിപ്പറയുകയും അതിൻ്റെ സന്തോഷം വരും തലമുറയിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ഈ സുന്നത്ത് ജമാഅത്താണ് ഏത് കലയിലും നമുക്ക് കണ്ടെത്താനുള്ളത്. ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഓരോന്നിനും അതിൻ്റെതായ സന്ദേശങ്ങളുണ്ട്. അത് ഉൾക്കൊണ്ട് നാം അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ എല്ലാ മധുരത്തിനും നമുക്ക് അല്ലാഹു പ്രതിഫലം തരും. അവിടെ പിന്നെ തൊലിയോ കാമ്പോ വ്യത്യാസമുണ്ടാവുകയില്ല. കഴമ്പറിയാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ അത് വിമർശിക്കപ്പെടും, സമൂഹത്തിൽ ദുഷ്പേരുണ്ടാകും. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് റിള നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിപ്പോകും. ഞാൻ ഇപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. നമ്മുടെ കലകളെല്ലാം നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള നല്ല മാർഗങ്ങളായി ഉപയോഗപ്പെടുത്താൻ കഴിയും എന്ന് പലപ്പോഴായി ഈ സ്ഥാപനം തെളിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ആ വഴിയിൽ ഇനിയും ഒരുപാട് നല്ല മുന്നേറ്റങ്ങളുമായി ഉമ്മത്തിന് ഒപ്പം നിൽക്കാൻ, മുന്നിൽ നടക്കാൻ നിങ്ങൾക്ക് കൂടി കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വരികൾ അവസാനിപ്പിക്കുകയാണ്. കർണാടക യാത്ര ഉസ്താദ് അവറുകളുടെ ജീവിതത്തിലെ ഏറ്റവും തിളക്കമുള്ള അധ്യായങ്ങളിലൊന്നാണ്. അങ്ങനെ ഒരു തമിഴ്നാട് യാത്ര സംഘടിപ്പിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതെല്ലാം ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ കർണാടകത്തിലെ സാന്നിധ്യവും സ്വാധീനവും ചില വലിയ മഹത്തുക്കൾ ഉണ്ടാക്കി വെച്ച അടയാളങ്ങളെ നമ്മളിപ്പോഴും വായിച്ചു തീർന്നിട്ടില്ല. ആ അടയാളങ്ങളാകാൻ വരും തലമുറകളിൽ നമുക്കുകൂടിയൊക്കെ കഴിയും. വിശാലമായി പരന്നുകിടക്കുന്ന കേരളത്തെക്കാൾ വലുപ്പമുള്ള ഒരു വലിയ ഭൂപ്രദേശമാണ് കർണാടക. അതിനുമപ്പുറം വിശാലമായ ഇന്ത്യ മർക്കസിലേക്കും മർക്കസിന്റെ സന്തതികളിലേക്കും ആഗ്രഹിച്ചു നിൽക്കുന്ന കാലമാണ്. ബംഗാളിലേക്ക് 10 വർഷം മുമ്പ് മർക്കസ് നിയോഗിച്ച ഒരു സഖാഫി 10ാം വാർഷികത്തിന്റെ നോട്ടീസുമായി ഇന്ന് മർക്കസിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. 800 മക്കൾ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. 3500 പേർക്ക് അന്നവും അഭയവും അറിവും അക്ഷരവും ആനന്ദവും നൽകാൻ കഴിയുന്നുണ്ട്. ഒരു സഖാഫിയുടെ സമ്പാദ്യം. ആ സഖാഫിക്ക് ഇനി ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം? അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പറഞ്ഞുവിട്ട ആ സമയത്തെ
AP ഉസ്താദും ഓർമ്മിച്ചെടുത്ത് സന്തോഷം പറയുകയാണ്. ആ ഒരു നല്ല ആശീർവാദവും പൊരുത്തവും ഒക്കെ ഉണ്ടാകുമ്പോൾ വിശാലമായ ചക്രവാളം നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അവരുടെയൊക്കെ പ്രാർത്ഥനകൾ എന്നും നമ്മോടൊപ്പം ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നിങ്ങൾക്കും വലിയ വലിയ മുന്നേറ്റങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നു. അള്ളാഹു നമുക്ക് തന്നതാണ് സംസാരിക്കാനുള്ള കഴിവ്. അല്ലമഹുൽ ബയാൻ. അത് വളരെ ഉപകാരപ്പെടുത്താൻ ഉള്ളതാണ്. അതോടൊപ്പം മുത്തുനബിക്ക് അള്ളാഹു കവിത കൊടുത്തില്ലെങ്കിലും അവിടുത്തേക്ക് അനുചിതമാണ് മറ്റുള്ളവരെല്ലാം കൂടെ ഉള്ളവർ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അപ്പുറവും ഇപ്പുറവും നമ്മൾ കാണുന്നത് കവിതകളിൽ മുങ്ങിക്കുളിച്ച ഗാനത്തിൻ്റെയും മറ്റും ആ കഴിവ് വല്ലാതെ തെളിയിച്ച വലിയ വലിയ ആളുകളെയാണ്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ എഴുതി തീർത്ത അല്ലെങ്കിൽ പാടിത്തീർത്ത കാവ്യങ്ങൾ വളരെ വളരെ വലുതാണ്. അങ്ങനെയെല്ലാം സമൂഹത്തിലേക്ക് നമ്മുടെ സന്ദേശങ്ങൾ എത്തിക്കാനും നമ്മുടെ സാന്നിധ്യം അറിയിക്കാനും ഒക്കെ ഇത്തരം വേദികൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് കഴിയും. അങ്ങനെ വരുമ്പോൾ അത് ശൈഖുനായുടെ സന്ദേശം ലോകത്തെല്ലായിടത്തും എത്തിക്കാൻ, ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലായിടത്തും നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും. ആ നല്ല നിയ്യത്തിലാണ് നമ്മുടെ ഈ സർഗവസത്തിൻ്റെ ഓരോ ചുവടുവയ്പും എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെ നാളെ നമുക്ക് വീണ്ടും ഒരിക്കൽ ഈ സ്ഥാപനത്തിലേക്ക് തിരിച്ചു വരാൻ, അത്തരം നല്ല കുറേ കാഴ്ചകളും അനുഭവങ്ങളും ഇവിടെ ഉസ്താദുമാരുമായി പങ്കുവെക്കാൻ ശൈഖുനാക്ക് ഖുറത്തു ഐനായി നമ്മുടെയൊക്കെ ഖിദ്മത്തുകൾ ഇവിടെ വിശദീകരിച്ചു കൊടുക്കാനൊക്കെ നമുക്കെല്ലാം കഴിയുന്ന ഒരു നല്ല നാളേക്ക് ഈ പൂത്തു നിൽക്കുന്ന ഇസ്തിഹാർ വസന്തം കാരണം ആകട്ടെ എന്ന് മാത്രം ആശംസിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. റജബ് ബഹുമാനം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ആ ബഹുമാനമാണ് ജീവിതത്തിലെ എല്ലാ സന്തോഷത്തിൻ്റെയും നിമിത്തം. ആ ബഹുമാനം പൂത്ത് വളർന്ന് ഒരുപാട് ശാഖാശിഖരങ്ങളായി വ്യാപിച്ചു നിൽക്കുന്നതിൻ്റെ പേരാണ് ശഅബാൻ. ഇതെല്ലാം ഇനി അങ്ങോട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ പലപ്പോഴും കുട്ടികളായിരുന്നിരിക്കാം. ഇനി നമ്മൾ കുട്ടികളല്ല, ഇനി നമ്മൾ മുതിർന്നവരാണ്. മുതിർന്നവരെപ്പോടി അമ്പരപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പദ്ധതികൾ, അതാണ് യുവത്വത്തിൻ്റെ കരുത്ത്. ഫലമ്മ ബലഗ അശുദ്ധഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അശുദ്ധിയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് എത്തി എന്നല്ല. ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും ഒന്നും അതിൽ പെടൂല. ആ അശുദ്ധ എന്ന വാക്കിൻ്റെ അർത്ഥം കൈ കാലിനൊക്കെ ഉറപ്പ് വെച്ചു എന്നാണ്. മനുഷ്യന്റെ കൈകൾ മരിക്കാത്ത കൈകൾ, കരിമ്പാറകൾ തച്ചുടക്കുന്ന കൈകൾ എന്ന് പാടിപ്പറഞ്ഞ കവി മനസ്സിൽ കണ്ട ആ ഒരു ശക്തിയുണ്ട് നമ്മുടെയൊക്കെ കൈകാലുകൾക്ക്. ആ ഒരു ശക്തി കൂടി മുതിർന്നവരും നമ്മുടെ പിന്നാലെ വരുന്ന അടുത്ത തലമുറയും കാണുന്ന നിർമ്മാണാത്മകതയുടെ വസന്തമാണ് ഈ നല്ല പ്രായം. വിവാഹത്തിലേക്കൊക്കെ കയ്യും കാലും എടുത്തു വെച്ചാൽ കണ്ണ് കെട്ടിയെന്നോ കാല് കെട്ടിയെന്നോ കണ്ണ് പൊട്ടിയെന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. പെണ്ണ് കെട്ടിയെന്ന് പറയുന്നതിൻ്റെ ഒപ്പം അതിനൊക്കെ മുമ്പ് നമുക്ക് നല്ല ചില വഴികളിലേക്ക് ഇറങ്ങി തിരിച്ച് ആ വഴികളിൽ നമുക്ക് പിന്നീട് മുന്നോട്ട് പോകാനുള്ള രൂപങ്ങളൊക്കെ കണ്ടിട്ട് വേണം അങ്ങനെ ഒരു ചാപ്റ്റർ ജീവിതത്തിൽ തുടങ്ങി വെക്കാൻ. അൽഹംദുലില്ലാഹ്, സഖാഫികളെല്ലാം മർക്കസിലേക്ക്
ഒരു പ്രത്യേക ഹിദമത്തിന് വേണ്ടി ഉസ്താദ് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ കർണാടകക്കാർ 800 പേർ, ആ 800 പേരുടെ പേരിലും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്നു പറഞ്ഞ സൈനി കക്കിഞ്ചയെ പലപ്പോഴും ഉസ്താദ് പ്രകീർത്തിച്ചു പറയുന്നത് കേട്ടിട്ടുണ്ട്. ആ 800 2000 ഒക്കെ ആയ കാലമാണ്. ആ 800-നുണ്ടായിരുന്ന ആ ഒരു ഐക്യം 2000-മോ അതിലപ്പുറമോ ഒക്കെയായി വളർന്ന സഖാഫി സമൂഹം അവിടെയും കാണിക്കുകയും നമ്മൾ രാജ്യത്ത് ഉസ്താദിനൊക്കെ പ്രസക്തി വളരെ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ ഉസ്താദിൻ്റെ തന്നെ പ്രതിനിധികളായി വലിയ ഒരു സംസ്ഥാനത്തിൻ്റെ ഓരോരോ ഗ്രാമങ്ങളിൽ നാം നമ്മെ അടയാളപ്പെടുത്തുമ്പോൾ ഉസ്താദ് ഉണ്ടാക്കി വെച്ച എല്ലാ സൽക്കർമ്മങ്ങളുടെയും പ്രതിഫലം നമുക്കുകൂടി പങ്കുപറ്റാൻ കഴിയും എന്ന ആ ഒരു പ്രതീക്ഷ നിങ്ങളുടെ മുന്നിൽ ഇവിടെ ഓർമ്മിപ്പിച്ച് ഇതുവരെ കേട്ടതിലും ശ്രവിച്ചതിലുമൊക്കെ സന്തോഷം പറയുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ദുആയിലൊക്കെ എപ്പോഴും ഉൾപ്പെടുത്തണം എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. വല്ലദീനഹും ബിശഹാദാതിഹിം ഖായിമൂൻ. നമ്മളൊരു നല്ല ഷഹാദത്തിനെ കൈവശപ്പെടുത്തുകയാണ്. ആ ഷഹാദത്ത് കൊണ്ട് അഹ്സനു ഖിയാം വ അതമ്മു ഖിയാം, ശരിയാം വണ്ണം ആ ഷഹാദത്ത് ജീവിതത്തിൽ പാലിക്കുകയും സാക്ഷാത്കരിക്കുകയും ഇത് നമ്മുടെ ദൗത്യമാണ്. അപ്പോഴാണ് നമ്മളൊരു ശരിയായ മുഅ്മിനായി ഉലൈക ഫീ ജന്നാത്തിൻ മുക്രമൂൻ അങ്ങനെയൊക്കെ ആയിത്തീരുന്നത്. റബ്ബ് അതിനെല്ലാമുള്ള നല്ല പ്രതിജ്ഞ, ഉത്കടമായ ആഗ്രഹം, ആ ആഗ്രഹത്തിൻ്റെ കൂലി കൊണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിത്തീരണം. ആ അസ്മ നമുക്കെല്ലാം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് വാക്കുകൾ നിർത്തി നിങ്ങളുടെയൊക്കെ സമ്മതത്തോടെ ഈ മഹത്തായ യോഗത്തിൻ്റെ ഉദ്ഘാടനം ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ എന്ന പുണ്യ സൂക്തത്താൽ നിർവഹിച്ച് അങ്ങനെ അറിയിച്ച് വാക്കുകൾ ചുരുക്കി. അസ്സലാമു അലൈക്കും.